തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിൽ അടിയന്തര യോഗം വിളിച്ച് മുഖ്യമന്ത്രി. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനടിയിൽ കൂടി പോകുന്ന ഭാഗത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ഇതുമൂലമുള്ള പ്രശ്നങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് യോഗം വിളിച്ചത്. വിവിധ വകുപ്പ് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ ആമയിഴഞ്ചാൻ അപകടത്തിൽ റെയിൽവേയുടെ വീഴ്ച വെളിവാക്കുന്ന തെളിവ് പുറത്തുവന്നു. തോട് വൃത്തിയാക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവ് റെയിൽവേ അവഗണിച്ചു. മെയ് 29-നാണ് റെയിൽവേ ടണലിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യാൻ കളക്ടർ ഉത്തരവിട്ടത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗ തീരുമാനത്തിന്റെ ഭാഗമായായിരുന്നു ഉത്തരവ്. ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് പുറമെ കൊച്ചുവേളി സ്റ്റേഷനും മാലിന്യ കൂമ്പാരം കൊണ്ട് നിറഞ്ഞു. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വി വിനോദുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ മാലിന്യ പ്രശ്നം എത്രത്തോളം ഗുരുതരമെന്ന് നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്നാൽ ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായി. പക്ഷേ അതുണ്ടായില്ല. ഈ തീരുമാനങ്ങൾ നടപ്പാക്കുന്നോ എന്നത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുകൂടിയല്ലേ മനസ്സിലാക്കേണ്ടത്. ഒപ്പം മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ കൂടി. പാർവതി, റെയിൽവേയുടെ ഭാഗത്ത് വന്ന വീഴ്ച ഒന്നൊന്നായി തെളിയുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജില്ലാ കളക്ടർ മെയ് 29-ന് നൽകിയ കത്തിന്റെ പകർപ്പാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഈ ടണലിനുള്ളിൽ അടിഞ്ഞുകൂടിയ മാലിന്യം അത് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ നൽകിയ കത്ത്, അതിന്മേലും റെയിൽവേ നടപടി സ്വീകരിച്ചിട്ടില്ല. ദുരന്ത നിവാരണ അതോറിറ്റി അതുമായി ബന്ധപ്പെട്ട നിയമം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് നൽകിയത്. പക്ഷേ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കത്തായിട്ട് കൂടി ഇത്തരം കാര്യങ്ങളിൽ അലംഭാവം കാട്ടി എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, നഗരസഭ, തിരുവനന്തപുരം നഗരസഭ നിരവധി കത്തുകൾ ഈ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മന്ത്രി എം.വി. രാജേഷ് തന്നെ വ്യക്തമാക്കിയത് തന്റെ നിർദ്ദേശപ്രകാരമാണ്. ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഉണ്ടാകും എന്ന് കാട്ടിയും പിഴ ചുമത്തുമെന്ന് വ്യക്തമാക്കിയുമുള്ള കത്ത് നൽകിയത്. അതിനുശേഷമാണ് 3 തൊഴിലാളികളെ ഇറക്കി ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുള്ള ഭാഗത്ത്, അവിടെ കാണാൻ കഴിയുന്ന കുറച്ച് പ്രദേശമുണ്ട്, അവിടെയാണ് ഈ അപകടം നടന്നത്. ജോയി അപകടത്തിൽപ്പെടുന്നത് അവിടെ വെച്ചാണ്. ആ ഭാഗത്തുള്ള മാലിന്യം നീക്കം ചെയ്യുന്നതിന് മൺവെട്ടിയുമായി 3 തൊഴിലാളികളെ കരാർ നൽകി ഇറക്കുന്ന സാഹചര്യം. ഇത് പിന്നീട് നമ്മൾ കണ്ടതാണ്. ആ അപകടത്തിന് ശേഷം JCB കൊണ്ടുവന്ന് വലകെട്ടി ടൺ കണക്കിന് മാലിന്യം ആ ഭാഗത്തു നിന്ന് തന്നെ മാറ്റുന്നു. അങ്ങനെയെങ്കിൽ ഈ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി എന്തിന് റെയിൽവേ നടത്തിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഈ നോട്ടീസുകൾക്ക് ഒരു മറുപടി എന്നോണം തൽക്കാലത്തേക്ക് 3 ആൾക്കാരെ മൺവെട്ടിയുമായി അവിടെ ഇറക്കി അവരെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യിക്കാനുള്ള നടപടി. അങ്ങനെയെങ്കിൽ ഈ 3 പേർ എത്ര ദിവസം അവിടെ ജോലി ചെയ്താലായിരിക്കും ഈ കാണുന്ന സ്ഥലത്തെ മാലിന്യം തന്നെ മാറുന്നത്? അതിനു പുറമെയാണ് 117 മീറ്റർ നീളത്തിലെ ടണൽ. ആ ടണലിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ, അവിടെ കട്ടിയായി തീർന്നിരിക്കുന്ന മാലിന്യങ്ങൾ, ഈ മാലിന്യത്തിന്റെ കാഠിന്യം കാരണം തന്നെയാണ് അതിനുള്ളിലൂടെ സഞ്ചരിക്കാൻ, ക്യാമറ പോലും അതിനുള്ളിലൂടെ കടത്തിവിടാൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ പ്രൊപ്പല്ലറുകൾ മാലിന്യത്തിൽ കുടുങ്ങിപ്പോകുന്ന നിലയിലായിരുന്നു. ചാക്കുകെട്ടുകൾ, വലിയ തോതിൽ ചാക്കുകെട്ടുകൾ അതിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു. ബെഡുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. കുപ്പികൾ, ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ആളുകൾ ഉപേക്ഷിക്കുന്ന കുപ്പികൾ എവിടെയാണ് റെയിൽവേ സംസ്കരിക്കുന്നതെന്ന ചോദ്യമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേയുടെ അധീനതയിൽ ഏതെങ്കിലും മാലിന്യ പ്ലാന്റ് ഉണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. അല്ലെങ്കിൽ ആർക്കാണ് ഈ പ്ലാസ്റ്റിക്കുകൾ കരാർ നൽകുന്നത്? ഈ കുപ്പികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ആർക്കെങ്കിലും കരാർ നൽകിയിട്ടുണ്ടോ? അക്കാര്യങ്ങൾ റെയിൽവേ വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു മറുപടിയുമില്ല. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ പുറത്തുവിടുന്ന മറ്റൊരു ദൃശ്യം തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേതാണ്. അവിടെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ, അവിടെ യാർഡിനോട് ചേർന്ന് തന്നെ വലിയ തോതിൽ മാലിന്യ കൂമ്പാരമാണ്. പ്ലാസ്റ്റിക് കുപ്പികളുടെ വലിയ ശേഖരം അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. ഈ ട്രെയിനുകളിൽ വരുന്ന ആളുകൾ അവിടെ ഉപേക്ഷിക്കുന്ന, അവർ ഉപയോഗിച്ച് കഴിയുന്ന കുപ്പികളാണ്. ഈ കുപ്പികൾ വലിയ തോതിൽ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലും കൂട്ടിയിട്ടിരിക്കുന്നു. ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ റെയിൽവേക്ക് കഴിയില്ല. കാരണം തമ്പാനൂരിൽ എന്തെങ്കിലും ഒരു കണ്ണിൽ പൊടിയിടുന്ന നടപടി, അത് ഈ ശുചീകരണത്തിൽ നമ്മൾ കണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും തൊടിന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതിന്റെ ഏറ്റവും വലിയ
ദൃഷ്ടാന്തമാണ് തിരുവനന്തപുരത്ത് തന്നെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇതിന്റെ ഒരു ടെർമിനലായി പ്രവർത്തിക്കുന്ന കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ, സാറ്റലൈറ്റ് സ്റ്റേഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന കൊച്ചുവേളി. ആ കൊച്ചുവേളിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. അവിടെ വലിയ തോതിൽ മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നു, പ്ലാസ്റ്റിക് കുപ്പികൾ കുന്നുകൂടിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല. ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിനും നേരത്തെ നഗരസഭ കത്ത് നൽകിയിരുന്നു. പക്ഷേ അതിന്റെ പേരിലും എന്തെങ്കിലും ഒരു നടപടി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം റെയിൽവേ ഉദ്യോഗസ്ഥർ നൽകിയ വിശദീകരണം അതൊന്നും തന്നെ തൃപ്തികരമായുള്ളതല്ല. എന്തുകൊണ്ട് ഈ ടണലിലെ മാലിന്യം നീക്കാൻ റെയിൽവേ തയ്യാറായില്ല എന്നതാണ്. അവിടെ കോർപ്പറേഷൻ ഉന്നയിക്കുന്ന ഒരു വാദം, ഇത് റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ആയതുകൊണ്ട് തന്നെ റെയിൽവേ മറ്റാരെയും അവിടെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. തദ്ദേശ മന്ത്രിയും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. റെയിൽവേ ആ ഭാഗം വൃത്തിയാക്കുന്നതിന് മറ്റാരെയും അനുവദിക്കില്ല. അത് ഇറിഗേഷനെ ആകട്ടെ അല്ലെങ്കിൽ നഗരസഭയാകട്ടെ അങ്ങനെ മറ്റൊരു ഏജൻസിയെയും അനുവദിക്കാതെ റെയിൽവേ തന്നെ അവരുടെ സ്ഥലത്ത് ശുചിയാക്കിക്കൊള്ളാം എന്ന നിലപാട് സ്വീകരിക്കുകയും എന്നാൽ അതിനുവേണ്ടി ഒരു നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക എന്ന ഏറ്റവും നിരുത്തരവാദപരമായ സമീപനമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രവുമല്ല, നേരത്തെ ഹിറ്റാച്ചി ഉപയോഗിച്ച് മുൻപ് ശുചീകരണം നടത്തിയെന്ന വാദം ഉന്നയിക്കുമ്പോഴും ഹിറ്റാച്ചി ഈ 117 മീറ്ററിലും ശുചീകരണം നടത്തിയിട്ടില്ല. അതെല്ലാം തന്നെ പുറമേയുള്ള ചില ഈ മാറ്റങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം നേവിയുടെ ഉദ്യോഗസ്ഥർ 6 പേർ NDRF-നും അഗ്നിശമന സേനയ്ക്കും അതിനുള്ളിൽ കടന്ന് ഈ രക്ഷാപ്രവർത്തനം തുടരാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മാലിന്യ കൂമ്പാരം. അവിടേക്കാണ് ഇന്ത്യൻ സൈന്യത്തിന് തന്നെ വരേണ്ടി വന്നത്. തിരുവനന്തപുരത്തെ ഒരു തോട്ടിലേക്ക് ശുചീകരണം നടത്താനിറങ്ങിയ ആളിനെ രക്ഷിക്കുന്നതിന് സൈന്യത്തിന് വരേണ്ടി വരുന്ന അവസ്ഥ മാലിന്യത്തിന്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന് വ്യക്തമാക്കി തരുന്നതാണ്. അപ്പോഴും കോർപ്പറേഷന്റെ നടപടിയെ നമുക്ക് പൂർണ്ണമായും വെള്ളപൂശാനോ അല്ലെങ്കിൽ ന്യായീകരിക്കാനോ കഴിയില്ല. ഏതാണ്ട് 13 കിലോമീറ്റർ ആമയിഴഞ്ചാൻ തോടിന്റെ ദൈർഘ്യമുണ്ട്. ആ പല സ്ഥലങ്ങളിലും കമ്പിവേലിയോ സുരക്ഷാ ക്യാമറകളോ ഇല്ല, അല്ലെങ്കിൽ നിരീക്ഷണ ക്യാമറകളോ ഇല്ല. ആ ഒരു സാഹചര്യം മുതലെടുത്ത് തന്നെയാണ് പലരും മാലിന്യം അവിടേക്ക് ഒഴുക്കുന്നത്. മാത്രമല്ല, ഒബ്സർവേറ്ററി ഹില്ലിൽ നിന്ന് വാട്ടർ വർക്സിന്റെ വെള്ളം അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് ഈ ആമയിഴഞ്ചാൻ തോടിന്റെ തുടക്ക ഭാഗമായി പറയുന്നത്. തമ്പാനൂരിലേക്ക് എത്തുന്നതിന് മുൻപ് പല സ്ഥലങ്ങളിലൂടെ ഒഴുകി വരുന്നുണ്ട്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വേസ്റ്റ് ഈ വെള്ളത്തിലേക്ക് വരുന്നുണ്ട്. അത് ഒഴുകി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തോടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു. അവിടെ അത് വലിയ തോതിൽ ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യം ഒഴിവാക്കണം. തുടക്കത്തിൽ തന്നെ മാലിന്യം ഈ ജലാശയത്തിലേക്ക് വരുന്നത് ഒഴിവാക്കാനുള്ള കർശനമായ നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് വെള്ളയമ്പലം മ്യൂസിയം ഭാഗത്തു നിന്ന് തുടങ്ങുന്നതാണ്. അതുമുതൽ താഴോട്ട് തമ്പാനൂർ വരെ ഉള്ള ഭാഗം, അതിനുശേഷം തമ്പാനൂരിൽ നിന്ന് ആക്കുളം കായലിൽ ആമയിഴഞ്ചാൻ തോട് ചേരുന്നതുവരെയുള്ള ഭാഗം, ഇതെല്ലാം തന്നെ കൃത്യമായി ശുചിയാക്കുന്നതിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. പലയിടങ്ങളിലായി കമ്പിവേലി കെട്ടി ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തടയുന്നതിന് നഗരസഭ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ മാലിന്യ കൂമ്പാരം കാണുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞത്. അത് ആ നടപടിയെ നമുക്ക് അംഗീകരിക്കാം. കാരണം കമ്പിവേലി കെട്ടി ഈ കടലിലേക്ക് അല്ലെങ്കിൽ ആക്കുളം കായൽ വഴി വേളിക്കായൽ വഴി കടലിലേക്ക് മാലിന്യം പോകുന്നത് തടയുന്നതിന് വേണ്ടി ഒരു തടയണ എന്ന പോലെ പലയിടങ്ങളിലായി ആ ഫെൻസിംഗ് നിർമ്മിക്കുകയും അവിടെ മാലിന്യം കൂടിക്കിടക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് പാടശേഖരം പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു കാഴ്ച മാറുന്ന നിലയിലേക്ക് അതിനുള്ള കാലതാമസം ഉണ്ടാക്കാതെ അത് കൃത്യമായി അവിടെ നിന്ന് വള്ളക്കടവിൽ ഒരു കേന്ദ്രത്തിലേക്കാണ് ഇത് മാറ്റുന്നത്. അവിടേക്ക് തരംതിരിച്ച് മാറ്റി അതിന്റെ സംസ്കരണ നടപടികളുമായി വളരെ കൃത്യമായി തുടർച്ചയായി തന്നെയുള്ള ഒരു പ്രക്രിയയായി മാറ്റിയാൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോഴുള്ള ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ. ഏതായിരുന്നാലും ഹൈക്കോടതി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളുണ്ടാകും. നിയമപരമായി തന്നെ ഈ വിഷയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം 18-ന് വിവിധ വകുപ്പ് മന്ത്രിമാർ, അത് തദ്ദേശമുണ്ട്, ആരോഗ്യമുണ്ട്, ജലസേചനമുണ്ട്, ആ തരത്തിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെ റെയിൽവേയുടെ പ്രതിനിധികൾ, നഗരസഭ, മേയർ ഉൾപ്പെടെയുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമാണ് അടിയന്തരമായി മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ളത്. പറഞ്ഞു.